എന്നാ പറ്റിയെന്നറിയത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ മലയാളിനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താണ് പരിപാടി? പേപ്പർ വർക്കില്ലാതെ നമ്മൾ എങ്ങനെ പോകും സാർ? അല്ല, ആലോചിച്ച് വെളുപ്പിന് 4:30 കിടന്ന് കിടക്കണം പരാക്രമങ്ങളാ. എടാ വേണ്ട, ട്രാഫിക്കിന്റെ ഓപ്പോസിറ്റ് പോകുന്നു ഒരു ചേച്ചി. കറണ്ടില്ല, ഇതൊക്കെ സംഭവിക്കും. വേണ്ടാവേ, നമ്മൾ ഒന്നാമത് ഇന്ത്യക്കാര്, രണ്ടാമത് കാനഡയിൽ നിന്ന് വന്നവര്. സാഹചര്യം മൊത്തത്തിൽ എതിരാ. ആരടാ നമ്മുടെ വിറകത്തൊട്ട് കറക്റ്റ്. അങ്ങനെ നമ്മൾ വേണ്ട യൂത്താലെത്തി കേട്ടോ. നമുക്ക് ക്ലിയർ ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഡെലിവറി നടത്തേണ്ടത്. യൂത്താലെ നമുക്ക് 14 കിലോമീറ്ററും കൂടെ ഉണ്ട് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തേക്ക്. ശരിക്കും നമ്മുടെ അപ്പോയിൻമെൻറ്റ് 3 മണിക്കായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് റോഡ് ക്ലോഷേഴ്സും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇന്നലെയല്ല. മറ്റേ ആ കാറ്റും മഴയും മരങ്ങൾ മുറിഞ്ഞ് റോട്ടിൽ വീണിട്ടൊക്കെ, കൂടാതെ നിറയെ കൺസ്ട്രക്ഷനും എല്ലാം ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ തന്നെ വിളിച്ച് ഡിസ്പാച്ച് പറഞ്ഞ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈം 4 മണിയിലേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ 4 മണിക്കുള്ളിൽ ചെന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഇറക്കി തരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ വേണ്ട 3:30 ആയി. നമുക്ക് കഷ്ടിച്ച് 10 കിലോമീറ്ററും കൂടെ ഡെലിവറി കൊടുക്കേണ്ട സ്ഥലത്തേക്കുള്ളൂ. പക്ഷേ ഈ 10 കിലോമീറ്റർ ഇൻ്റർസ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയ പിന്നെ ഒടുക്കത്തെ ബ്ലോക്ക് കേട്ടോ, ഭയങ്കര ബ്ലോക്ക്. എന്തായാലും പോയി നോക്കാം. എല്ലാം ഇപ്പം എന്നാണ് നമ്മൾ ഡ്രൈവേഴ്സിനുള്ള എപ്പോഴും ഉള്ള അഡ്വൈസാണ്, നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് റഷ് ചെയ്ത് പോയി അൺനെസസറി അപകടത്തിൽ പെടരുത്. ലോഡ് എപ്പോഴും റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ, നമ്മുടെ ഹെൽത്ത് എല്ലാം ഒരു ട്രാഫിക് ടിക്കറ്റ് കിട്ടിയാൽ തന്നെ ആരും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അതെല്ലാം നമ്മുടെ സ്വന്തം റിസ്ക് മാത്രമായിരിക്കും. അപ്പം അതുകൊണ്ട് ബി സേഫ്. കൂടിപ്പോയാൽ ലോഡ് നാളെ ഇറക്കുള്ളൂ, അത്രയല്ലേ ഉള്ളൂ. ഓ, കച്ചറ പരിപാടി കേട്ടോ. 2 വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാഫിക് ബ്ലോക്ക്. ചെക്ക് 3 വണ്ടികൾ ഇടിച്ചിട്ട് നിറയെ ലൈൻ ക്ലോഷർ. എന്തായാലും 4 മണിക്ക് മുമ്പ് എത്തിയാച്ചാൽ മതിയായിരുന്നു. സമയം 3:55 കേട്ടോ. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഈ ഇൻ്റർസ്റ്റേറ്റ് 15ലേക്ക് തിരിയേണ്ട ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് വളരെ ഷോർട്ടായിട്ടാണ് ഉള്ളത്. ഒരുമാതിരിപ്പെട്ട നമ്മൾ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അടിപൊളി. നമ്മുടെ ഡിസ്പാച്ച് ഇവർക്ക് എവിടെ എത്തി, എപ്പോഴാന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ പോരെ. നമ്മളെന്നാ ചെയ്യുന്ന റൂട്ടിലെ അവസ്ഥയെ. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു 2 മണിക്കൂർ എക്സ്ട്രാ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. കോൺസ്റ്റന്റ് പ്രഷർ. നമുക്കെന്തായാലും പോയി നോക്കാം, ഒന്ന് ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങൾ നോക്കിക്കോണം, 2 ലെഫ്റ്റ് ടേണിങ് ലെയിൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം 15ലേക്കും നടുക്ക് നമ്മൾ വളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കണം, അവിടെ ഒരു റേസ്ഡ് മീഡിയൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മാറിപ്പോയാൽ ഉണ്ടോ. അങ്ങനെ നമ്മൾ വേണ്ട ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എത്തിയേക്കുക. ഇവിടെ എവിടെയാണ് നമ്മുടെ കമ്പനി കേട്ടോ. തീരെ സ്ഥലമില്ല ബാക്കപ്പിന്. ഇത് ട്രെയിലറുകൾ കിടക്കുന്നുണ്ടോ റോഡിലേക്ക് തള്ളി.
മിക്ക ട്രെയിലറുകൾ ഈ ബാക്കപ്പ് ഇടുന്നത് ഇപ്പം അങ്ങോട്ട് പോയ വണ്ടി ഉണ്ടല്ലേ, ഷണ്ടിങ് ട്രക്കുകളാണ്. നമുക്ക് അവിടെ പോയി നമ്മുടെ സാഹചര്യം എന്താണെന്നൊന്ന് പോയി നോക്കാം. മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ഈ ട്രെയിലറുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത്. അതെ, ഒബോൺ എന്നുള്ള ഒരു ചെറിയ ട്രെയിലർ കിടക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ കമ്പനി. നമുക്കൊന്ന് അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്യാൻ നോക്കാം. അടിപൊളി. ഇവർ 4 മണി വരെ ഉള്ളൂ. കൂടാതെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾ റിസീവിങ് ആൻഡ് ലോഡിങ് സ്റ്റോപ്സ് അറ്റ് 3:30 PM. മച്ചാന്മാർ ലോക്ക് ചെയ്ത് പൂട്ടി പോയിട്ടുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാനില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് ട്രക്ക് സ്റ്റോപ്പിൽ പോയിട്ട് നാളെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും വരാം. അല്ല പിന്നെ ചെയ്യാനൊന്നും ചെയ്യാനില്ല. എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്കൊരു ട്രക്ക് സ്റ്റോപ്പിലേക്ക് പോയേക്കാം. ഇവിടെ അടുത്തൊരു ഫ്ലൈയിങ് ജെറ്റ് ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. രാവിലെ 7 മണിയാകുമ്പോൾ ഒന്ന് നോക്കാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഉള്ളത് യൂത്തലെ ക്ലിയർ ഫീൽഡ് ഒരു സ്ഥലത്താന്ന് പറഞ്ഞല്ലോ. നമ്മൾ പണ്ട് നമ്മുടെ അർജുൻഭായി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ഒരു പരിസരത്ത് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം നമ്മളിവിടെ വന്ന് നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കും നമ്മൾ ഒരു പ്രാവശ്യം ബാസ്കറ്റ് ബോളുകളാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയതൊക്കെ. അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ കയറി കേട്ടോ. നമ്മുടെ ഡെലിവറി ചെയ്യേണ്ട ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് 20 കിലോമീറ്റർ അകലെയുള്ള ഒരു ഫ്ലൈയിങ് ജേ ഉണ്ട്. അങ്ങോട്ടാണ് പോകണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു ലൗസും ഉണ്ട്. പക്ഷെ ലൗസ് പാർക്കിങ് തീരെ കുറവാണ്. അങ്ങനെയല്ല, ഇപ്പം 4 മണി എന്നൊക്കെ പറയുമ്പം യൂത്തേലെ ഒരുമാതിരിപ്പെട്ട വെയർ ഹൗസുകളും എല്ലാം ഒരു 2 മണി 3 മണി ആകുമ്പോഴേ അടയ്ക്കും. അപ്പം മിക്കവാറും സ്ഥലം ഉണ്ടാവുകയല്ല കേട്ടോ ലൗസിലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ലൗസിലേക്ക് പോകുന്നില്ല. ലൗസിനേക്കാളും ക്ലോസറായിട്ടുള്ള ഒരു ഫ്ലൈയിങ് ജേ ആണിത്. ഇവിടെ നിർത്താം. അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് വന്ന് ഇച്ചിരി നേരത്തെ വന്നാൽ എങ്ങനെ ലോഡർക്ക് കിട്ടുമെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കാമല്ലോ നമുക്ക്. കഷ്ടിച്ച് 10 കിലോമീറ്ററും കൂടെ പോകാനുള്ളൂ. ഇവിടെയും ട്രാഫിക് തുടങ്ങി. ഒടുക്കത്തെ ട്രാഫിക്. എൻ്റെ പൊന്നേ, ശരിക്കും പറഞ്ഞാൽ ആ അവസാന 10 കിലോമീറ്ററിൽ നമുക്ക് ട്രാഫിക് കിട്ടിയില്ലായിരുന്ന നമ്മൾ 3:30 മുമ്പേ എത്തിയാനെ. ഒരു 3:15 ആകുമ്പോഴേ നമ്മൾ എത്തിയാനെ. പക്ഷെ ആ അവസാന 10 കിലോമീറ്ററാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല, നിറയെ കൺസ്ട്രക്ഷനും ഇതൊക്കെയാണ്. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇതെല്ലാം കട്ടിയുള്ള ഗ്രാവലോ കോൺക്രീറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിലറാണ് നമ്മുടെ സൈഡിൽ പോകുന്നത്. ഇത് പക്ഷേ ടിപ്പർ പോലെ പുറകിലേക്ക് ചരിക്കുന്നതിന് പകരം ഇത് സൈഡിലേക്ക് ചരിക്കും. ഈ ഒരു പാത്രം ഒരു എന്നാ പറയുന്നത്, ഒരു സിലിണ്ടർ കറങ്ങുന്ന പോലെ സൈഡിലേക്ക് കറങ്ങി ഡംപ് ചെയ്തിട്ട് പോകും. സൈഡിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. യൂത്തേൽ ഇഷ്ടംപോലെ മൈനിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ നടക്കുന്ന ഏരിയ, മെയിൻലി മൈനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ഇവർക്ക് ഇപ്പം നമ്മൾ യൂത്തേലെ മലകളെല്ലാം പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഒരു ചെങ്കല്ലിൻ്റെ നിറമുള്ള മലകളൊക്കെ അല്ലേ. പല വിധത്തിലുള്ള ധാതുലവണങ്ങളുണ്ട്. അതിനെല്ലാം മൈൻ ചെയ്യാൻ ഇഷ്ടംപോലെ ഇതുപോലത്തെ എന്നാ പറയുന്നത് ഡംപ് ട്രക്കുകളും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മണ്ണും കല്ലും ഒക്കെ കൊണ്ടുവന്ന ട്രക്കുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും ഇവിടെ. പിന്നെ പെട്രോളിയം. അതിൽ ഫൈനലി നമ്മൾ നമ്മുടെ ഫ്ലൈയിങ് ജേയിലേക്ക് എത്തിയേ. മര്യാദയ്ക്കൊരു പാർക്കിങ് കിട്ടിയാച്ചാൽ മതിയായിരുന്നു. പാർക്കിങ് പൈസ കൊടുത്തെടുത്ത് പിന്നെയാണ് എവിടെയെങ്കിലും ഇടണം. 2 മണിയാകുമ്പോഴേ ഇവിടുത്തെ പ്രസ്ഥാനങ്ങളൊക്കെ അടയ്ക്കുമല്ലോ. 2 മണി 3 മണിയാകുമ്പോൾ യൂത്തല്ലേ പാർക്കിങ്ങില്ല, ഫുള്ളായിരുന്നു. പെയ്ഡ് പാർക്കിങ് മാത്രമേ ഉണ്ടെന്നാണ് വെച്ചത്. അവിടെ 8 മണിയെന്നാണ് എഴുതിയേക്കുന്നേ. അവൾ പറഞ്ഞ ഒരു 7 മണിയാകുമ്പോഴേ പോയി നോക്കാം അവർ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ വേണം ഒരു ഇച്ചിരി നേരത്തെ പോയാൽ. ഞാൻ അവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോയിട്ടുണ്ട്. പ്രസ്ഥാനം ചെറുതാണ്, അതൊരു കൊമേഴ്സ്യൽ ഏരിയ. നമ്മുടെ അതെ 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 അതെ.
പഴയ സെറ്റപ്പ് അല്ലേ? ആ പഴയ കൊമേഴ്സ്യൽ ഏരിയ ആണ്. പണ്ട് ബാസ്കറ്റ് ബോളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ അന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈ അഡ്രസ്സാണ് നമുക്ക് തന്നെ, പക്ഷെ എന്നിട്ട് വേറെ അഡ്രസ്സിൽ നിന്നായിരുന്നു. ഇവര് ക്രോസ് ടോക്ക് ചെയ്യുന്നതായിരിക്കും വേറെ ഇതാണ്. ഈ അവിടെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഇതിന് ബോറോണോ? ഇത് ഒബോൺ. ഒബോണോ. അവസാനം 10 കിലോമീറ്ററിൽ വണ്ടി അനങ്ങണില്ല. 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. റോഡ് ക്ലോസ്, ലൈൻ ക്ലോഷർ, അതിൻ്റെ ഇടയിൽ ആക്സിഡന്റ്. ഒരു 3 കാറുകൾ തമ്മിൽ ഇടിച്ചിട്ട് അമ്മാരവിടെ നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ഡെലിവറി സ്ഥലങ്ങളിലുള്ള അവസാനത്തെ 20 മൈലാണ്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ. നമുക്ക് ഒരു ചെറിയ നാരോ ലൈനിൽ കൂടെ നമ്മൾ പോകുമ്പോൾ 2 സൈഡിലും ഈ റോഡിലേക്ക് തള്ളി നിൽക്കുക ട്രെയിലറുകൾ. നമുക്ക് ട്രക്കും ട്രെയിലറും ബാക്കപ്പ് ഇട്ട് കിടക്കാൻ പറ്റില്ല. ട്രെയിലർ റോഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക. അപ്പം എനിക്കറിയില്ല അവിടെ തന്നെ ആയിരിക്കും നമ്മൾ ഇറക്കണമെന്ന്. കാരണം അവിടെയുള്ള ഈ ഷണ്ടിങ്ങുകാർക്ക് അത് അവിടെ ഇടാൻ പറ്റുള്ളൂ. ആണോ? എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേ തിരക്കില്ലാത്തപ്പോൾ ഇടാം. നമ്മളെ ഇവന്മാർ ഇച്ചിരി 4 ജംഗ്ഷൻ പോലെ, അപ്പം ഒന്ന് വലിച്ചിടണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് വലിച്ചിടാം. അല്ല, ഇവർക്ക് വേറെ ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണോ? ഇവർക്ക് വേറെ, ഇവിടെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് പല കമ്പനികൾക്ക് വേറെ ദിവസം ഉണ്ടല്ലോ. അപ്പോൾ വേറൊരു കമ്പനിയുടെ, നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറമുള്ള കമ്പനിയുടെ ഓർഡർ ആയിരുന്നു നമുക്ക്, അവരുടെ അഡ്രസ്സായിരുന്നു നമുക്ക് തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് പിക്കപ്പ് അവിടെ നിന്നല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ വേറെ അഡ്രസ്സ് ഒന്ന് വിട്ടു. ആ ഏരിയ നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. ഓക്കെ.